Hi friends, welcome back to my channel Beauty Food. ഇന്ന് പപ്പായ കൊണ്ട് ബ്ലീച്ച് തയ്യാറാക്കാം. കൂടെ ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, നോർമൽ സ്കിൻ ഇങ്ങനെ 3 തരത്തിലുള്ള സ്കിന്നിനും യൂസ് ചെയ്യാനുള്ള പാക്കും തയ്യാറാക്കാം. പപ്പായ ധാരാളമായി കിട്ടുമ്പോൾ ഇങ്ങനെ പൾപ്പാക്കി ഐസ് ക്യൂബ്സ് ഉണ്ടാക്കി വെച്ചിരുന്നാൽ ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാം. ഈ ഐസ് ക്യൂബ്സ് മുഖത്ത് വെറുതെ അപ്ലൈ ചെയ്താൽ മതിയാവും. എങ്കിലും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ ബ്ലീച്ചും പാക്കും അപ്ലൈ ചെയ്താൽ മുഖത്തിന് നല്ല തിളക്കം കിട്ടും. ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നന്നായി പഴുത്ത പപ്പായ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. പപ്പായ നമ്മുടെ സ്കിന്നിലെ ബ്ലെമിഷസും പിഗ്മെൻറ്റേഷൻസും ഒക്കെ മാറ്റാൻ വളരെ നല്ലതാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് 2 ടീസ്പൂൺ പപ്പായ എടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ. ഇത് കസ്തൂരി മഞ്ഞളാണ്, കറി വെക്കുന്ന മഞ്ഞളല്ല, കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളും ചേർത്ത് മിക്സ് ചെയ്യണം. ഇത് മുഖത്തിട്ടിട്ട് 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാം. ഇത് ഐസ് ക്യൂബ്സ് ആക്കി വെക്കുകയും ചെയ്യാം. നമുക്കൊരു ഐസ് ട്രേയിലേക്ക് ഇത് ഒഴിച്ച് വയ്ക്കാം. ഇതൊരു നല്ല ബ്ലീച്ചാണ്. കസ്തൂരി മഞ്ഞളാണ് യൂസ് ചെയ്യേണ്ടത്. കറി വയ്ക്കുന്ന മഞ്ഞളല്ല, കസ്തൂരി മഞ്ഞൾ. ഇതിങ്ങനെ ഐസ് ക്യൂബ്സ് ആക്കി വെച്ചിരുന്നാലും പിന്നീട് ഇത് യൂസ് ചെയ്യാൻ നല്ലതാണ്. ഇനി നമുക്ക് ഓയിലി സ്കിന്നിനുള്ള പാക്ക് തയ്യാറാക്കാം. ഇത് ഓയിലി സ്കിന്നിനും പിമ്പിളുള്ള സ്കിന്നിനും വളരെ നല്ലതാണ്. 2 ടീസ്പൂൺ പപ്പായ പൾപ്പിനോടൊപ്പം 1 ടീസ്പൂൺ മുൾട്ടാണി മിട്ടി ചേർത്ത് മിക്സ് ചെയ്യാം. മുൾട്ടാണി മിട്ടി മുഖത്തെ എണ്ണമയം കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം അപ്ലൈ ചെയ്ത് 15 മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാം. ഐസ് ക്യൂബ്സ് ആക്കി വെച്ചിരുന്നാൽ പിന്നീട് ഇത് യൂസ് ചെയ്യാം. ഡ്രൈ സ്കിന്നിനുള്ളവർക്ക് 2 ടീസ്പൂൺ പപ്പായ പൾപ്പിനോടൊപ്പം 1/2 ടീസ്പൂൺ സാൻഡൽവുഡ് പൗഡറും 1 ടീസ്പൂൺ തേനും ചേർക്കാം. സാൻഡൽവുഡ് ഒരു ആൻറ്റി ടാൻ ഏജൻ്റാണ്. ചെറുതേനാണ് സ്കിന്നിന് ഏറ്റവും നല്ലത്. ചെറുതേനില്ലെങ്കിൽ ഏതാണോ അവൈലബിൾ അത് ഉപയോഗിക്കാം. തേൻ നല്ല ഒരു മോയ്സ്ചറൈസർ കൂടിയാണ്. ഇതും 15 മിനിറ്റിന് ശേഷം വാഷ് ചെയ്യണം. നമുക്ക് നോർമൽ സ്കിന്നിന് ഉള്ള പാക്ക് തയ്യാറാക്കാം. ബനാന, നന്നായി പഴുത്ത പഴം, അത് 1 ടേബിൾ സ്പൂണ്, പപ്പായ പൾപ്പും 1 ടേബിൾ സ്പൂൺ തന്നെ ഉപയോഗിക്കണം. രണ്ടും ഒരേ പ്രൊപ്പോർഷൻ ആയിരിക്കണം. ഇത് രണ്ടും ചേർത്ത് മിക്സ് ചെയ്ത് മുഖത്തിട്ടാൽ മുഖത്തിന് നല്ല തിളക്കം കിട്ടും. മുഖത്തെ സൺ ടാൻ ഒക്കെ മാറ്റാൻ പപ്പായ നല്ലൊരു പാക്കാണിത്. അപ്ലൈ ചെയ്ത് 15 മിനിറ്റിന് ശേഷം വാഷ് ചെയ്യണം. ഇതും തയ്യാറാക്കി നമുക്ക് ഐസ് ക്യൂബ്സ് ആക്കി സൂക്ഷിക്കാം. നമ്മൾ അരച്ചെടുത്ത പൾപ്പാണിത്. ഇതുപോലെ ഐസ് ക്യൂബ്സ് ആക്കി സൂക്ഷിച്ചാൽ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. എപ്പോഴും തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുള്ളവരും സൗകര്യമില്ലാത്തവരും ഇങ്ങനെ ഐസ് ക്യൂബ്സ് ആക്കി വെച്ചിരുന്നാൽ യൂസ് ചെയ്യാൻ എളുപ്പമാണ്. പപ്പായ ഡെഡ് സ്കിൻ നീക്കാനും സ്കിൻ മൃദുവാക്കാനും സഹായിക്കും. തണുപ്പ് ബുദ്ധിമുട്ടുള്ളവർ ഇത് ഐസ് ക്യൂബ്സ് പുറത്ത് വെച്ച് തണുപ്പ് മാറിയ ശേഷം പാക്കായിട്ട് യൂസ് ചെയ്യാം. ഇതിൽ പറഞ്ഞ ബ്ലീച്ചും ഫേസ് പാക്കും ആഴ്ചയിൽ 3 പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് 4 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് പുറത്തെടുത്ത ഐസ് ക്യൂബ്സ് ആണ്. ഇതിങ്ങനെ തന്നെ മുഖത്ത് പുരട്ടാം, അല്ലെങ്കിൽ മെൽറ്റ് ആയ ശേഷം പുരട്ടിയാലും മതിയാവും. പിന്നെ ബ്ലീച്ചും ഫേസ് പാക്കും തയ്യാറാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാം.